പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആശ. ഞാൻ കായംകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 16/12/2023 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. 25 ലക്ഷം രൂപയോളം എനിക്ക് കടമുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു പ്രവാസിയായിരുന്നു. ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു. എനിക്ക് 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കടം കൊണ്ട് വിൽക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞങ്ങളെ വസ്തുവിന് വഴിയില്ലാത്തതുകൊണ്ട് വിൽക്കാൻ പറ്റിയില്ല. ഞാൻ ആദ്യമായിട്ട് നിയോഗം വെച്ചത് എൻ്റെ വഴിക്കായിരുന്നു. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അത് കാറ് പോകുന്ന ഒരു വഴി ലഭിച്ചു. രണ്ടാമത് എൻ്റെ മോന് +2 നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റി. മൂന്നാമത് എൻ്റെ മോൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ BSc നേഴ്സിങ്ങിന് പഠിക്കണമെന്നായിരുന്നു. ഞങ്ങളതിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലായിരുന്നു. അവനെ പഠിപ്പിക്കാനൊരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല, അവന് ഈ പ്രാവശ്യം ഒന്നും പറ്റിയത്തില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ 1,20,000 രൂപ എങ്ങനെയൊക്കെയോ എനിക്ക് കിട്ടി. ഞാനത് കൊടുത്ത് അഡ്മിഷൻ എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ പഠിക്കാനായിട്ട് അഡ്മിഷനും എടുത്ത് പിന്നെ അതുകൂടാതെ എൻ്റെ മോന് 4 ലക്ഷം രൂപ ബാങ്ക് ലോണും അനുവദിച്ചു. പിന്നീട് ഞങ്ങളെ വീടും സ്ഥലവും ജപ്തി ചെയ്ത് പോകുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞാനിവിടെ വന്ന് നോട്ടീസ് കൊണ്ടുവന്ന് ബാങ്കുകാർ കൊണ്ടുവന്ന് ഒട്ടിച്ച് വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊണ്ടുവന്ന് ഒട്ടിച്ചപ്പോൾ ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഇപ്പോൾ പറഞ്ഞു പ്രാർത്ഥിച്ചത്. ഇപ്പം ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ മാതാവ് ഞങ്ങൾക്ക് അത് വിൽക്കാൻ 7 സെൻറ്റ് സ്ഥലവും വീടും വയ്ക്കാനുള്ള അനുഗ്രഹവും തന്ന് ഇത്രയൊക്കെ ചെയ്തു തന്ന എൻ്റെ മാതാവിനും കൃപാസന മാതാവിനും യേശുപ്പായ്ക്ക് 1000 നന്ദി. ഞാൻ പിന്നെ പ്രവർത്തനം നടത്തുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി പത്രം വാങ്ങിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ബസ് സ്റ്റാൻഡിലും വീടുകളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം കൊണ്ട് കൊടുത്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ കൊണ്ട് കൊടുക്കുകയും അതിൽ ഒരു ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഇവിടെ വന്ന് ഉടമ്പടിയും എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന് ഇപ്പോൾ പൊതിച്ചോറുണ്ടാക്കി എൻ്റെ കൈ കൊണ്ട് തന്നെ പൊതിച്ചോറുണ്ടാക്കി ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കൊടുക്കുകയും അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വന്ന് എന്താ വെച്ചാൽ ഞാൻ ഇനി ജീവിതാവസാനം വരെയും എൻ്റെ മാതാവിൻ്റെയും ഇതിൽ തന്നെ ജീവിക്കുമെന്നാണ് എൻ്റെ തീരുമാനം. അവസാനം വരെ എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ എൻ്റെ മാതാവിലോട്ട് തന്നെ ആയിരിക്കും. ഞാനൊരു അക്രിസ്തവയുമാണ്. പത്രം വാങ്ങിച്ച് ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാ ആൾക്കാർക്കും കാശ് രൂപം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം കൊണ്ട് കൊടുക്കും. ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് ഞാൻ ഭയങ്കര ദേശീയക്കാരിയായിരുന്നു. എനിക്കിപ്പം ഒരുപാട് ക്ഷമിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ എതിർത്ത് പറയുമായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഞാനൊന്നും പറയത്തില്ല. അവരൊക്കെ കഴിയുന്ന അവർക്ക് ഇരിക്കട്ടെ, നമുക്ക് തരാനുള്ള എനിക്ക് ദൈവം നമുക്ക് തരും, എൻ്റെ മാതാവ് തരും, അതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. ഇത്രയൊക്കെ ചെയ്തെന്ന് 1000 നന്ദി. എൻ്റെ മാതാവിൻ്റെ എൻ്റെ യേശുപ്പായ്ക്ക് 1000 നന്ദി. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം വചനമാണ്. ദൈവത്തിൻ്റെ കരുതലും കഷ്ടപ്പാടുകളുടെ നടുക്കിലും ഈശോയുടെ അമ്മയുടെ സംരക്ഷണവുമാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം നയിക്കുന്ന ഒരു ജീവിതം. ദൈവം നമ്മെ നിരന്തരം വഴി നടത്തും, ശരിയായ പാത കാണിച്ചു തരും. അതാണ് നമ്മളിപ്പോൾ കേട്ട ആശ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ മകളുടെ ജീവിതത്തിൽ 10-20 വർഷം ഇല്ലായിരുന്ന വഴി സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അവർക്ക് വഴി നയിച്ചു കൊടുത്തത്. പിന്നെ ഒരു 25 ലക്ഷത്തോളം കടമുണ്ടായിരുന്നു. വീട് ജപ്തിക്കായി ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ഒന്നും ഭയപ്പെടാതെ ഇവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചത്. അന്നു മുതൽ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നത്.
വസ്തു വിൽക്കുവാൻ സാധിച്ചു. എല്ലാ കടങ്ങളും തീർക്കുവാൻ സാധിച്ചു. മക്കൾക്ക് നല്ല അഡ്മിഷൻ കൊടുത്ത് BSc നഴ്സിങ്ങിനോട് ജോലിക്ക് പഠിക്കുവാൻ പോകാനും +2 നല്ല മാർക്ക് മേടിക്കുവാനും ഒക്കെയുള്ള അനുഗ്രഹം ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഇവരുടെ ജീവിതത്തിലേക്ക് ഉടമ്പടി ജീവിതം വന്നതിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിലേക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ, സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാർത്ഥമായിട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോൾ നമ്മളുടെ ജീവിതവും സമൃദ്ധമായി ഈശോയിൽ അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യം പറഞ്ഞതുപോലെ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം, നമ്മുടെ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിലും നമ്മളും വെള്ളം വറ്റാത്ത ഉറവ നൽകുന്ന ഒരിടത്തിലാണ് നമ്മളിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഒരിക്കലും നിലയ്ക്കാത്ത ജീവൻ നൽകുന്ന അനുഗ്രഹമാണ് ഈ ആലയത്തിൽ വരുന്ന ഓരോരുത്തരും അനുഭവിക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമുക്ക് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കാം. ഈ വറ്റാത്ത നീരുറവയിൽ നിന്ന് ഉള്ള അനുഗ്രഹം നമ്മൾക്കും നൽകട്ടെ, നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശ എന്ന മകൾക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.